ഇതൊക്കെ നിർത്തും. നമുക്കിത് വേണ്ട. എന്ത് വേണ്ട? ഇതിന് 90 രൂപ, ഇതിന് 90 രൂപ. എവിടെ അപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാൻ കിച്ചു റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു സ്കൂളിലേക്ക് നമ്മൾ ആക്കി കൊടുക്കണം. എന്താണ് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയാനുള്ളത്? എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? ഒന്നുമില്ലേ? ഹൈസ്കൂളിലേക്കാണ് പോണത്. ഓക്കെ, എന്തെങ്കിലും ഒന്ന് എത്ര മണി സമയം വരെയാണ്? അതറിയില്ല. ഓക്കെ, പുതിയ ചെരുപ്പൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ബാക്കിയാണ് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം വിശേഷങ്ങളൊക്കെ. അന്നും കൂടി രാവിലെ തന്നെ കഞ്ഞി കുടിക്കുക. ഞാൻ 2 ചപ്പാത്തി ഒന്നു. ഞങ്ങൾ മക്കളെ ക്ലാസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ? അവർക്ക് ഗൈഡൻസ് നൽകിക്കൊണ്ട് അവരെ അവരുടെ ക്ലാസ് റൂമിനെയും അതേപോലെ സ്കൂളിനെയും പരിചയപ്പെടുത്തുക. പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓൺ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ടൊക്കെ റിമൂവ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പുതിയ കുറേ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതൊന്നും മുമ്പ് അവിടെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ വൈറ്റ് ബ്ലൗസ് ഇട്ടതാണ് കിച്ചുമോളെ ടീച്ചർ എന്ന് പറഞ്ഞു. അവിടെ ക്ലാസ്സിൽ ആ ടീച്ചറാണ് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. കുറച്ച് സമയം മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെയും കുറച്ച് സമയം ക്ലാസ്സിലേക്കൊക്കെ കൊണ്ടുപോയി. അതിന് ശേഷമാണ് പിന്നെ വിട്ടത് കേട്ടോ. ഒരു 10 മണി ആയപ്പോഴാണ് തുടങ്ങിയത്. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആ കൂടെ ഒരു അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 12:30 ആയപ്പോഴത്തേക്കും പോരുകയും ചെയ്തു. കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വിശന്നിട്ട് വയ്യ. അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിൽ മിൽക്ക് ഉണ്ടാക്കി ഗൈസ്. അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ. തണുപ്പ് കുറവാണ്. അങ്ങനെ വിശപ്പിനുള്ള താൽക്കാലികമായിട്ട് അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പോൾ ചോറ് മാത്രമേ ഞാൻ പോയപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. ചപ്പാത്തി ഇരിക്കുന്നുണ്ട് കുറച്ച്. പിന്നെ വേഗം കുറച്ച് പരിപ്പും തക്കാളിയും വെള്ളരിക്കയും കൂടി ഒന്ന് കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അത് വറവിട്ടെടുക്കുകയാണേ, ഉള്ളിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഉപ്പേരി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഞാനൊന്ന് ചൂടാക്കി. അപ്പോൾ കറി അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും കൂടെ ഓംലേറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. മക്കൾ തിന്നുമോയെന്നൊരു ഡൗട്ടാണ്, എന്നാലും ചിലപ്പോൾ തിന്നൂടായില്ല. അപ്പോൾ 2 മുട്ടയൊക്കെ എടുത്ത് ഓംലേറ്റ് അടിക്കുകയാണ്. പിന്നെ അത് ഉപ്പേരി എന്ന് പറയുന്നത് ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും പയറും എല്ലാം കൂടെ കുറേശ്ശെ എടുത്തിട്ട് മിക്സഡ് ഉപ്പേരിയാണ് കേട്ടോ. അത് കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. അപ്പോൾ അത് ചൂടാക്കുകയും ചെയ്തു. അങ്ങനെ വേഗം ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കി. പക്ഷെ അതൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ആർക്കും ചോറ് വേണ്ട. കാരണം അവിൽ മിൽക്കൊക്കെ കുടിച്ചപ്പോൾ വയറ് നിറഞ്ഞു കേട്ടോ. നമ്മുടെ ഇപ്പുറത്തെ കോട്ടേഴ്സിലുള്ള അനിലല്ലേ, അവിടെ ഒരു ഷോപ്പ് സ്റ്റിച്ചിങ് സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഗൈസ്. ഗൈസ്, ഇതാണ് കേട്ടോ അവളെ കട. കോട്ടമ്പാടത്തിൻ്റെ ജസ്റ്റ്
നിങ്ങൾ കൊടുത്തു അടിപൊളിയായിട്ട് തയ്ച്ചു തിങ്കളാഴ്ച തരണം. എനിക്ക് ഞാൻ പലപ്പോഴും കഴിക്കില്ല. മധുരം കഴിക്കൂല. അച്ഛനോട് പറയണ്ടല്ലേ? ആ $560. കഴിഞ്ഞ കൊല്ലത്തെ ഇപ്പോഴത്തെ സീനിയറിന്റെ കമ്പ്യൂട്ടർ നമ്മുടെ ഏത് റോഡാണ് അപ്പോൾ ഇത്? ചുള്ളി റോഡല്ലേ ഇത്? അപ്പോൾ ഇനി അനിലേൻ്റെ കടേൻ്റെ ഉദ്ഘാടന സമയത്ത് പോകാനൊന്നും പറ്റിയില്ല. നമ്മൾ സ്കൂളൊക്കെ വിട്ട് സ്കൂളിലെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ വീട്ടിൽ വന്ന് അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് പിന്നെ ഓളെ കടയ്ക്ക് നമ്മൾ പോണത്, ഷോപ്പിലേക്ക് പോയത്. ചെറിയൊരു പർച്ചേസിങ് ഒക്കെ നടത്തുകയും ചെയ്തു. ഫസ്റ്റ് ഡേ ആണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ്സൊന്നും കാര്യമായിട്ടില്ല. പക്ഷേ അവരെ ക്ലാസ് അതാത് ക്ലാസ്സിലേക്ക് തിരിച്ചു. പിന്നെ പാരൻസിന് കുറച്ച് സമയം ഒരു മീറ്റിങ്ങും അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഞാൻ 10 മണിക്ക് സ്കൂളിലേക്ക് ചെന്നിട്ട് 12:30ക്കാണ് സ്കൂളിൽ നിന്ന് കഴിയണതിട്ടെല്ലാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 12 മണിയായപ്പോൾ മീറ്റിങ്ങിൽ നിന്ന് പിന്നെ ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെ സ്ഥലം വരെ പോകാണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പൊട്ടിക്കല്ല് പോകാനുണ്ടായിരുന്നു കേട്ടോ. പൊട്ടിക്കല്ല് പോയിട്ട് കഴിഞ്ഞ ദിവസം കുടുംബശ്രീൻ്റെ മീറ്റിങ്ങിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഓക്സിലറിൻ്റെ മീറ്റിങ്ങിന്. അപ്പോൾ അതിൻ്റെ ക്യാഷൊക്കെ കളക്ട് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വരാനുണ്ടായിരുന്നു. പിന്നെ CDSൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാൻ പോന്നിട്ട് പിന്നെ പൊട്ടിക്കല്ല് പോയി. അത് കഴിഞ്ഞ് CDSൻ്റെ ഓഫീസിൽ പോയി. ഓഫീസിൽ പോയപ്പോൾ മായേച്ചിനെ കണ്ടതുമില്ല. എന്നിട്ട് പിന്നെ വീണ്ടും സ്കൂളിലേക്ക് തന്നെ വന്നിട്ട് കിച്ചുവിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ വന്നിട്ടാണ് പിന്നെ നമ്മൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ തത്തയും കൂടെ തത്തയ്ക്ക് 1 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അനിലേൻ്റെ ഷോപ്പിക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പൊട്ടിക്കല്ല് പോയതും CDSൻ്റെ ഓഫീസ് അങ്ങനത്തെ ഒന്നും ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു ഓട്ടമായിരുന്നു ആകെക്കൂടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ അനിലേൻ്റെ അതും കഴിഞ്ഞ് വന്നു. അവിടെയും കുറച്ച് സമയമൊക്കെ നിന്നു. പിന്നെ ചെറിയ പർച്ചേസിങ്ങും നടത്തിയിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞാൻ റീഡിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം വർക്കിന് പോയിട്ടില്ല. രാവിലെ മുതലേ ഞാൻ പറഞ്ഞാൽ തിരക്കാണ് എന്നുള്ളത്. ഒരു ഓട്ടാണ്. ഇനിയിപ്പോൾ ഇന്ന് റീഡിങ് ഉണ്ട്, റീഡിങ്ങിന് പോവുകയാണ്. അപ്പോൾ സമയം 4:45 ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റീഡിങ്ങിന് പോട്ടെ. ഒരു 6 മണി 6:30 വരെ എന്തായാലും റീഡിങ് എടുക്കാനുണ്ടാവും. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. പിന്നെ ഇനി ഒന്നിനും കഴിയും തോന്നില്ല. കാരണം ഇനി വന്നാൽ പിന്നെ ഒരു കുളി കിടക്കുക അങ്ങനത്തെ ദിവസമാവും. കാരണം നമ്മൾ എന്താ പറയുക, അധ്വാനിക്കണേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഓരോ യാത്ര ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം തോന്നും. അപ്പോൾ എന്തായാലും കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.